എങ്ങനെയുണ്ട്? കാലക്കി. ഇതിന്റെ ഒരു സമ്മാനം വേറെയുണ്ട്. എന്റെ വകയല്ല, ചേച്ചിയുടെ വക. അതൊക്കെ എന്റെ സൂസിക്കുഞ്ഞിഞ്ഞ് വാങ്ങിച്ചു നന്നാച്ചാ മതി. അല്ല, അവനിത് എന്നാ പറ്റിയതാ? അവൻ എന്നാ വർത്താനായി പറഞ്ഞത്? ഇനി വല്ല വട്ടുവാണോ? ഈ ചുരുത്തം കെട്ടവളെ, നീയല്ലേ ഇവനെയൊക്കെ വീട്ടിൽ കയറ്റി കിടത്താൻ പറഞ്ഞത്? ഒന്ന് പതുക്കെ പറ. എന്നാലും എന്റെ പെങ്കൊച്ചുങ്ങളെ, ആ ചെറുക്കൻ ഇത് എന്നാ കാട്ടായോ ആയി കാണിച്ചത്? അമ്മച്ചിയല്ലേ കയറ്റി കിടത്തിയത്? നിനക്ക് ആ ചെറുക്കനെ ശരിക്കും ഇഷ്ടപ്പെട്ടോ മോളെ? ഇനിയിപ്പം ഇഷ്ടപ്പെട്ടിട്ട് എന്ത് കാര്യം? ഇഷ്ടപ്പെട്ടില്ലേൽ എന്ത് കാര്യം? എനിക്ക് ആ കോട്ടയം കൊച്ചാനോട് രണ്ട് വർത്താനം ചോദിക്കാതെ എന്റെ നാക്കിലെ ചൊറിച്ചിൽ മാറുകയല്ല. കുഞ്ഞച്ചോ, അവിടെ നിന്നേ. എന്നാ ചേട്ടത്തി? അല്ല, നീ ഇത് എന്നാ കാട്ടായോ കുഞ്ഞച്ചോ ഈ കാണിച്ചത്? എന്റെ ആങ്ങളമാരെ എന്തുമാത്രം ആറ്റുമായിട്ടിരുന്ന് കൊണ്ടുവന്നതാ. ഞങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത വലിയൊരു കുടുംബത്തിൽ നിന്ന് ഒരു ചെറുക്കം വന്നപ്പോ നീ ഇങ്ങനെയൊക്കെ കാണിച്ച? നീ ഇത് എന്നെ ഭാവിച്ചോണ്ടാ എന്റെ കുഞ്ഞച്ചാ? എന്റെ പൊന്ന് ചേട്ടത്തി, ഇന്നത്തെ കാലത്ത് ഈ കുടുംബവും വിലയൊക്കെ ആരെങ്കിലും നോക്കൂ? നല്ലൊരു ചെറുക്കനല്ലേ നമ്മുടെ മോളിക്കുട്ടിക്ക് വന്നതല്ലേ എന്നോർത്ത് മീനുമൊക്കെ മേടിച്ചാണ്ട് ഞാൻ വന്നപ്പോ എനിക്ക് ഇവനെ അങ്ങോട്ട് കാണുകയും എന്റെ ശരീരം മുഴുവൻ അങ്ങോട്ട് വിറഞ്ഞു വന്നു. എണ്ണയും തേച്ച് പരിഷ്കാരിയാണെന്ന് പറഞ്ഞൊരു കാട്ടുമാക്കാൻ നമ്മുടെ മോളിക്കുട്ടിക്ക് ഇവൻ ചേരുവോ? കുറെ ഏലക്കായും റബ്ബറും തേങ്ങായും ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? ഇത്ര ഐശ്വര്യവും ദൈവഭയമുള്ള ഒരു കൊച്ചിനെ ഈ കുരങ്ങനെ പിടിച്ചു കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ ഇച്ചിരി മനഃപൂർവ്വം തന്നെ പറഞ്ഞതാ. നിങ്ങൾക്ക് ഇപ്പൊ എന്നോട് കോപം തോന്നും. എന്നാലും നിങ്ങളെ മോളിക്കുട്ടിയെ വിളിച്ച് രഹസ്യമായിട്ടൊന്ന് ചോദിച്ചു നോക്കിയേ. അവർക്ക് ഇഷ്ടപ്പെട്ട കാണത്തില്ല ഈ സാധനത്തിന്. അത് നിനക്കെങ്ങനെ അറിയാം? നിന്നോട് അവളങ്ങനെ പറയാൻ പറ്റും ചെയ്തോ? എന്നോട് അങ്ങനെ പറഞ്ഞു? അയ്യോ, ഞാൻ ഇങ്ങനെ ഒരുപാട് പെമ്പിള്ളേരെ കണ്ടിട്ടുള്ളേ ചേട്ടത്തി. എനിക്കറിയാം നമ്മുടെ മോളിക്കുട്ടിക്ക് നല്ല മണി പോലത്തെ ആമ്പിള്ളേരെ കിട്ടും. ഓ, എവിടെ കിട്ടാനാ? ഇവിടെ തന്നെ. എവിടെ തന്നെ? ഇവിടെ തന്നെ എന്ന് പറഞ്ഞാ നമ്മുടെ ഇവിടെ തന്നെ. കാണാൻ കൊള്ളാവുന്നതും അല്പത്തൊട്ടും സാമ്പത്തികം ഉള്ളതും പിന്നെ ചിലപ്പോ പറഞ്ഞു വരുമ്പോ കുടുംബവും കൊലവും ഒന്നും കാണുകയില്ല. ചില്ലറ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, എന്നാലും നല്ലവരാ. പിന്നെ പണ്ട് ചീത്തയായിരുന്നിട്ട് പിന്നെ നല്ലവരായ, അല്ല അങ്ങനെയുള്ളവരും അല്ലാത്തവരുമായ ഒരുപാട് പേരുണ്ട്. എടാ മതി മതി. വേലിയിലിരുന്ന് പാമ്പിനെ എടുത്ത് പറയാൻ കൊള്ളാത്തടത്ത് വെച്ച് നീയല്ലേ അനുഭവിക്ക്. വീട്ടുകാവലിനൊരു പട്ടിയെ വളർത്തിയതല്ലേ? ഭ്രാന്ത് പിടിച്ച പട്ടികൾ ചിലപ്പോ ഇങ്ങനെയാ, ചോറ് കൊടുത്ത് കഴിക്കുന്ന കടിക്കും. ഓ, ഇപ്പൊ കുറ്റമല്ലേ എന്റെ നേർക്കായി. അവനെ പ്രാർത്ഥന വെല്ലിപ്പിക്കാനും കുമ്പസാരിപ്പിക്കാനും കുർബാന കൈക്കൊള്ളാനും പുണ്യാളനാക്കാനും കൊണ്ടു നടന്ന ഞാനല്ലല്ലോ. ഇത് എന്റെ വായിരിക്കുന്നൊന്നും കേക്കണ്ട. അല്ലേ, ഒരു ഏനക്കേട് പറ്റിയപ്പോ അതിന്റെ മറുമരുന്ന് എന്നതാന്ന് ആലോചിക്കുന്നതിന് പകരം. അമ്മച്ചി ഇവിടെ ഇല്ല. ഏലിയമ്മ ചേട്ടത്തി എവിടെ പോയി? അപ്പച്ചനും അമ്മച്ചിയും കൂടെ പറമ്പില്ല. സൂസി കുഞ്ഞോ? സൂസി കോളേജിൽ പോയി. ഞാൻ ഇന്നലെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആലോചിച്ച് രാത്രി കിടന്ന് ചില നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ട് ഉറങ്ങിയപ്പോ അങ്ങ് ലേറ്റായിപ്പോയി. അതാ എഴുന്നേക്കാൻ താമസിച്ചു. മോളിക്കുട്ടി ഇന്നലെ ഉറങ്ങിക്കാണത്തില്ല ഇല്ലയോ? ഞാൻ നല്ല അസലായിട്ട് ഉറങ്ങി. ഒത്തിരി നാളുകൂടി മനസമാധാനമായിട്ടൊന്ന് ഉറങ്ങിയത് ഇന്നലെയാ. അതെ, ഇനിയിപ്പോ ഒരു മനസമാധാനക്കേടിന്റെ ആവശ്യമില്ലല്ലോ. ജീവിതം എന്ന് പറയുമ്പോ നമുക്കൊരു വിവാഹ ജീവിതവും മനസ്സിന് ഇഷ്ടപ്പെട്ട സ്ത്രീയെ പുരുഷൻ കണ്ടെത്തുക, അങ്ങനെ വരുമ്പോ പുരുഷന് രാത്രി ഉറങ്ങാൻ പറ്റില്ല എന്ന് വരും. പക്ഷെ ഇഷ്ടപ്പെട്ട പുരുഷനെ കണ്ടെത്തിയ സ്ത്രീ മനസമാധാനത്തോടെ കിടന്നുറങ്ങും. അതാ അതിന്റെ ഒരു സൈക്കോളജി. എന്റെ കൂടെ ജയിലിൽ ഒരു സൈക്കോളജി പ്രൊഫസർ ഉണ്ടായിരുന്നു, പുള്ളി പറഞ്ഞതായിരുന്നു. അയ്യോ, സമയം അങ്ങ് പോയി. ഇനിയിപ്പോ ജംഗ്ഷനിൽ ചെന്ന് കാപ്പി കുടിച്ചിട്ട് വരാം. കാപ്പി എന്നെ തീരുപ്പുണ്ടോ മോളിക്കുട്ടി? ഉണ്ടായിരുന്നു, തീർന്നുപോയി. കട്ടൻ കാപ്പി ആയാലും മതി. ഇല്ല. തീപ്പെട്ടിയില്ല. ടീ ഉണ്ടോ മോളിക്കുട്ടി വീടിക്ക്? ഇവിടെ ഒന്നുമില്ല. അതെന്താ മോളിക്കുട്ടി നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ നിനക്ക് വേണ്ടിയല്ലേ ഇന്നലെ ആ പാട് മുഴുവൻ കഴിച്ചത്. എന്നെ കുറിച്ചുള്ള അഭിപ്രായമൊക്കെ അപ്പച്ചനും അമ്മച്ചിക്കും പോയിരിക്കുക. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അവർ അറിഞ്ഞു വരുമ്പോഴെങ്കിലും പറയണം. അല്ലെങ്കിൽ മിക്കായല ചേട്ടൻ എന്നോട് സംശയം തോന്നും. പ്രശ്നങ്ങളോ? എന്ത് പ്രശ്നങ്ങള്? അല്ല, നമ്മൾ തമ്മിലുള്ള ഈ ബന്ധമേ. നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. നമ്മൾ തമ്മിൽ എന്തുവാ ബന്ധം? ചുമ്മാ കളിതമാശ പറയാതെ മോളിക്കുട്ടി. നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ടോ മനുഷ്യ? മോളിക്കുട്ടി, താൻ ഇവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? അല്ല, ഞാൻ ഇവിടെ കിടന്ന് വിളിച്ചു കൂവ. മോളിക്കുട്ടി നീ എന്താ മോളിക്കുട്ടി നീ എന്തായി കാണിക്കുന്നേ? അയ്യോ നാട്ടുകാരെ, ഓടി വായോ. ഒരു ചട്ടമ്പി കല്യാണ പ്രായം തെളിഞ്ഞിരിക്കുന്ന ഒരു പെണ്ണിനെ ബലാത്കാരം ചെയ്യുന്നേ. എന്റെ നാട്ടുകാരെ ഓടി വരുന്നേ, എല്ലാവരും വരുന്നേ. എന്റെ പൊന്ന നാട്ടുകാരെ വരുന്നേ.
മോളെ, മോളിക്കുട്ടി, എന്റെ കർത്താവേ, എന്റെ കുഞ്ഞിന് നിന്നെ പറ്റി ആ കാല് മടങ്ങി നിന്തിയേ. മോളെ, എടാ, ഇന്ന് വരെ ദൈവത്തിന് നിരക്കാത്തൊരു വർത്താനം പറയാത്ത നാവായത്. എന്നാലും നിന്നെ അത് വിളിക്കാതെ എന്റെ ചൊറിച്ചിൽ മാറത്തില്ല. എടാ കള്ള പൊലയാടി മോനെ, ഇറങ്ങടാ എന്റെ വീട്ടിൽ നിന്ന്. എടാ പട്ടി കഴിവടാ മോനെ, നിന്നെ ഞാനത് കൊല്ലുവിടാ. ഏലിയാമ്മേ, കൊലപാതകം പാവമാണ് ഏലിയാമ്മേ. താനൊന്ന് പോടാ ഓറിയ പുണ്യാളാ. സ്വന്തം പെമ്മക്കളെ ബലാത്കാരം ചെയ്യുന്നതിന്റെ അടുത്ത് അന്നോടോ തന്റെ ഒരു വേദോപദേശം? പോടാ, വിടോ, കൊല്ലും ഞാൻ അവനെ. ഇറങ്ങണ പട്ടി പുറത്ത്. എന്റെ അമ്മമാരെ നിനക്ക് അറിയാമല്ലോ. പൊട്ടി, നിന്നെയൊക്കെ കൊടി കെട്ടി ചട്ടമ്പി വരാടാ. അവന്റെ ഒരു നായി, നിന്റെ പൊടി പോയിട്ട് ദേഹത്തിന് എല്ലി പോലും കാണുകയല്ലടാ. നാറി, ആ കാഞ്ഞിരപ്പള്ളി പാപ്പനെ ഇടിച്ചൊതുക്കാൻ വരടാ. നീ എല്ലാം കഴിഞ്ഞ് പോകലാ. ഇവനെന്റെ കുഞ്ഞിനെ എന്റെ കുടുംബം കലക്കി. അടിച്ചു പൊളിക്കണ. ഞാനല്ലേ വിട്ടു. അതെ, അയ്യോ അമ്മച്ചേ. ഏതായാലും ചെയ്ത്തിത്തിരി കടുത്തുപോയി. മൂർഖനെയാ നോവിച്ചു വിട്ടത്. മൂർഖനെയാണ് നോവിച്ചു വിട്ടതെന്ന് അറിയാളിയാ. അത് പിന്നെ കുഴപ്പമില്ല. തല്ലിയവരും തല്ലുകൊണ്ട് ഒരു മൂർഖന്മാരായതുകൊണ്ട് വലിയ ഏനക്കേട് വരില്ല. എടാ ഉപ്പ് കണ്ടം കോര കഴിവണ മോനെ, ഇറങ്ങി വാടാ. വേണ്ട പ്രിൻസിപ്പലെ, വേണ്ട. വിടാം. പ്രിൻസിപ്പാള്? ഏത് പ്രിൻസിപ്പാള്? ഏത് കോളേജ്? ഞാൻ കോട്ടയം കുഞ്ഞിനാടാ കേടി. പ്രിൻസിപ്പാള് അതൊക്കെ പണ്ട് 4ാം ക്ലാസ്സിൽ ഡ്രില്ലുള്ളതിനെ പ്രിൻസിപ്പാളെന്ന് വിളിക്കുന്ന കഴിവണ മോനെ. നീ മേടിക്കും. ഇറങ്ങി വാടാ കോര കഴിവണ മോനെ. എടാ പാപ്പി, അപ്പി, മാത്ത, പോത്ത, എവിടാ നിന്റെ ചേട്ടൻ? ചത്തോടാ. ഇറക്കി വിടാവനെ. ഇന്ന് അവന്റെ കുടലെടുത്ത് മപ്പാസ് അടിച്ചിട്ട് തന്നെ കാര്യം. കോട്ടയം കുഞ്ഞത്തിനെ തല്ലാൻ ചങ്കുറപ്പുള്ള ഏത് ഉപ്പുകണ്ണൻ ചട്ടമ്പിയാണോ ഉള്ളത്? കണ്ണി മണ്ണ് വാരിട്ടിട്ടുള്ള ആമ്പിള്ളേർ തല്ലുന്നേ. ഇതിന്റെ പൂഴിക്കിടങ്ങനടിയോ? നീ തച്ചോളിയോ എന്റെ പല കഴിവളാ മോനെ. ഇറങ്ങി വരികയല്ലടാ, ഇറങ്ങി വരികയല്ല. എനിക്കറിയാം നീയൊക്കെ 8ഉം 10ഉം പേരും കൂടി ഓർക്കാപ്പുറത്ത് വന്ന് തല്ലും. നിന്റെ വീട്ടുമുറ്റത്താണാ നിൽക്കുന്നേ. ധൈര്യം കൊണ്ട് ആരാണ്? ഇറങ്ങി വാടാ.
ഓരക്കഴിവേറി. എടി ഏലിയമ്മേ, നിന്റെ ചുന്നരി മോളെ ഇങ്ങോട്ട് പറഞ്ഞു വിടറി. നിന്റെ മോള് അവള് പറഞ്ഞിട്ടാ ഞാൻ ആ കിഴക്കൻ മലയെന്ന് വന്ന കൊരങ്ങനെ അവമാനിച്ചു വിട്ടത്. എന്നിട്ട് നേരം വെളുത്തപ്പം കാല് മാറി. കള്ള കഴിവുള്ള മോള്. എന്നെ പറ്റിച്ചവളെ ഞാൻ വെറുതെ വിടാൻ പോടില്ല. എടി ഏലിയമ്മേ, നിന്റെ പെമ്മക്കള് രണ്ടും എന്റെ കൈ കിടന്ന് പിടയ്ക്കും. എന്റെ തള്ളണ പ്രായമുണ്ട് നിനക്ക്. എന്നാലും പറയാ, നീയും എന്റെ കൈ കിടന്ന് പിടയ്ക്കൂടി. എടാ ഊറിയ പുള്ളിയോളം മീക്കായേലേ, നീ ചെവിയെ നുള്ളിക്കോ. 8 ദിവസം നീ ഒന്നും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കത്തില്ല. കോട്ടയം കുഞ്ഞച്ചാളാ പറയുന്നേ. എടീ മോളിക്കുട്ടി, നീ നിന്റെ തന്തയ്ക്കും അമ്മാച്ചന്മാർക്കും വേണ്ടി പള്ളിയിൽ പോയി മരണവാപ്പീസ് ചെല്ലിക്കോടി. വരടാ മോളെ. പ്രിൻസിപ്പലെ, കോട്ടയം എവിടെ കിടക്കുന്നു, ഉപ്പുകണ്ട എവിടെ കിടക്കുന്നു. കുഞ്ഞച്ചനോടാ കളി. അടിയും തടിയും മരത്തെ കയറ്റം പിടിച്ചടാ കുഞ്ഞ. ചേച്ചി, എന്തിനാ ചേച്ചി ഇങ്ങനൊരു കള്ളം പറഞ്ഞത്? കണ്ടില്ലേ എന്തെല്ലാം പുലിവാലുകളാണ് അതിന്റെ പുറകെ. ചേച്ചിയുടെ മനസ്സിലെന്താ? എനിക്ക് ആ ജോയിക്കുട്ടിയെ ഇഷ്ടമാണ്. എങ്കിലും അത് നേരത്തെ അങ്ങ് എല്ലാരോടും പറഞ്ഞൂടായിരുന്നോ? ഇത്രയ്ക്കൊരു വളഞ്ഞ വഴി വേണ്ടിയിരുന്നോ? ഞാനാരോടും പറയാൻ പോണില്ല. പാവം കുഞ്ഞച്ചൻ ചേട്ടൻ എന്താശയായിരുന്നു. ചേച്ചിക്ക് വേണ്ടിയിട്ടാ കുഞ്ഞച്ചൻ ചേട്ടൻ ഈ ബഹളമൊക്കെ ഉണ്ടാക്കിയത്. എന്നിട്ടും എനിക്ക് ആ മനുഷ്യനോട് ഒരു വിരോധവും തോന്നില്ല. പാവം. മിഖായിലേട്ടാ എന്താ? നിങ്ങളുടെ തോട്ടത്തെ ആരോ തീയിടുന്നു. ആ കോട്ടയം കുഞ്ഞച്ചനാണെന്നാ തോന്നുന്നത്. എന്റെ കർത്താവേ. അയ്യോ, എന്റെ കർത്താവേ. എന്റെ ദൈവമേ, എന്റെ കർത്താവേ. പ്രിൻസിപ്പളെ കൊന്നു. ആരെ? ഇപ്പൊ എന്റെ ചേട്ടൻ മിഖാലേനെ കൊന്നു. എവിടെ? അവിടെ തോട്ടത്തിലാരോ തീം വെച്ചു. പ്രിൻസിപ്പൽ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറിയിരിക്കണം. ഞാനെന്തിനാണ് മാറി നിൽക്കുന്നേ? എന്ന് വെച്ചാ പ്രിൻസിപ്പലല്ലേ അവിടെ കിടന്ന് അലമ്പുണ്ടാക്കിയത്. അതിന് ചേട്ടാ ഇത് വലിയ പുലിവാലായല്ലോ. എടാ അലമ്പുണ്ടാക്കിട്ട് ഞാൻ നേരെ ഇങ്ങോട്ടല്ലേടാ പോകുന്നത്. എന്റെ കുഞ്ഞച്ചൻ ചേട്ടാ, അതൊക്കെ കോടതിയിലെ പറയാൻ പറ്റൂ. പോലീസ് ചേട്ടനെ തിരക്കി ഇവിടെ വരും. ഒന്ന് മാറിയിരുന്നു. നേരാ കുഞ്ഞച്ചാ, കുറച്ച് ദിവസം മാറി നിൽക്കും. പറയുന്ന കേൾക്ക് പ്രിൻസിപ്പലെ. എവിടെടാ കുഞ്ഞച്ചൻ? എനിക്കറിയില്ല സാറേ. ഒരെണ്ണം കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. കഴിവേറെ മോനെ. എവിടാവൻ?
കഴിഞ്ഞ എല്ലാത്തിനെയും കൊന്നുകളയും. ഈ ലോകത്തെവിടെ നിയമമുള്ളതാ, വഴി നടക്കാൻ ഇടം കൊടുത്തോളം. ഇതുവഴി ഞങ്ങൾ വഴി നടക്കും, ഞങ്ങളുടെ വണ്ടി ഓടിക്കും. തടയാൻ വന്നാ ഉണ്ടല്ലോ, നിന്റെ മറ്റവൻ അയച്ചിടത്തേക്ക് നിന്നെ അയക്കും. എല്ലാറ്റിനെയും കെട്ടിക്കാറായ പെമ്പിള്ളേരെ വെച്ച് ചട്ടമ്പി കളിക്കുന്നോടി കഴിവാണ മോളെ.